ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഒറ്റ ടിപ്പ് മാത്രമല്ല ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അതെന്താണെന്ന് കണ്ടു നോക്കും. വീട്ടിൽ ജനലിലും കഥകളിലും അതുപോലെ പലകയൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം പിടിക്കുന്ന ഇതിനെ എങ്ങനെ തുരുത്താനുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് എടുക്കുന്നത്. ഈ കായപ്പൊടിക്ക് നല്ലൊരു ശക്തിയുണ്ട്. ഈ ചെതലിനെ തുരുത്താൻ വേണ്ടി അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ കായപ്പൊടി. അപ്പോൾ ബൗളിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് 2-3 സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് വീട്ടിലെ എലികളെ, പല്ലികളെ, പാറ്റകളെ എല്ലാം തുരുത്താനും നല്ലതാണ് കേട്ടോ. 1 ടീസ്പൂൺ അടുത്ത് ഞാനിവിടെ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഡിഷ് വാഷ് വേണേൽ എടുക്കാം, അല്ലെങ്കിൽ സോപ്പ് ഓയിൽ വേണേൽ എടുക്കാം, എന്ത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ വേണം കേട്ടോ. ഈ ബേക്കിംഗ് സോഡ 2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് നല്ല ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തിലൊക്കെ ഒന്ന് പോയി കണ്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 ടീസ്പൂൺ സോപ്പ് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കായപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം വേണം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം, പക്ഷേ ചെറിയ ചൂടുവെള്ളം ഇത് നല്ലപോലെ അലിയിപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു കുപ്പിയിലേക്ക് ഊറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചെന്ന് കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കളറാണ് കേട്ടോ. ഭയങ്കര എഫക്റ്റുള്ളൊരു സൊല്യൂഷനാണ്. പെട്ടെന്ന് ചെല്ലായി പോകത്തൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പറ്റിയിരിക്കുന്ന ചെതലെല്ലാം കൂട്ടത്തോട് ചത്തുപോകും. പിന്നെ തിരിച്ച് വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. ഇത് കണ്ടില്ലേ, വീടിൻ്റെ ഒരു പലക ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് സൈഡിലായിട്ട്. ആ പലക ഫുള്ളും ഇതുപോലെ ചെതൽ കയറി, ഭിത്തിയിലെല്ലാം ചെതൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെതൽ മാത്രം മതി നമ്മുടെ വീട് ഫുള്ള് നശിപ്പിച്ച് വീടെല്ലാം പൊളിച്ച് താരയിടാൻ. അത്രയ്ക്ക് ശക്തിയാണ് ചെതലിന്. എവിടെയെങ്കിലും കയറി പറ്റിയാൽ മതി, പിന്നത്തെ കാര്യം പറയണ്ട, അത് ഫുള്ള് നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ആ ചെതൽ വന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഞാനിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ ഞാൻ ചെതലിൻ്റെ ഇത് പുറ്റുപോലെ ഇരിക്കുന്നത് ഒന്നും ഇളക്കി കൊടുക്കുന്നില്ല. കാര്യം ഇതിൽ ചെതലിനെ ചത്തിട്ട് വേണം, ചെതലെല്ലാം ചത്തുപോയതിന് ശേഷം വേണം നമുക്കിതെല്ലാം അടത്തി കളയാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചെതലിരുന്ന ഭാഗങ്ങളിലൊക്കെ ചെതൽ ഫുൾ ഇത് നമ്മുടെ ആ ഒരു ഫ്ലൈവുഡിൻ്റെ കഷ്ണമായിരുന്നു, അത് ഫുള്ളും ഈ കോലമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ താഴ്ഭാഗമൊക്കെ ഒന്ന് കാണാം, ഫുള്ള് ഇതിൻ്റെ എല്ലാം അടന്ന് വീണ് ഫുള്ള് ചെള്ളയായിട്ടാണ് കിടന്നത്. പിന്നെ അതൊന്ന് കഴുകി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വശങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റി, ഇത് ഒരുപാട് ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഒരു എഫക്റ്റാണ് ഈ ഒരു സൊല്യൂഷൻ. ചത്ത് പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഓടി ചത്ത് പോകുന്ന നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഞാൻ ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുണ്ട്. കണ്ട് ഇതിനകത്തെല്ലാം ഈ ചെതലാണ് കേട്ടോ. ഈ പലകയുടെ കുറേ ഭാഗം ഇളകി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെളിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു. അതിൽ ഞാൻ കുറച്ച് ഒഴിച്ച് വിടുന്നുണ്ട്. കാര്യം ഈ പലകയിലല്ല, ജനലിൽ എവിടെ ഈ ചെതൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അടുത്തടുത്തോട്ട് ഇത് വന്ന് കയറാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അല്ലാതെ വെളിയിലോട്ടെടുത്ത് കയറിന് വെച്ച് നമ്മൾ അവിടെ കളയരുത്. അതിൻ്റെ ദേഹത്ത് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രമേ അത് കളയാവുള്ളൂ, അല്ലെങ്കിൽ അടുത്തടുത്ത് ചാടിപ്പിടിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ചെതലുകൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ചെതലിലെ എല്ലാം ഇളക്കിയ ശേഷം ഞാൻ അവിടെ ഒന്ന് കഴുകി വിടുന്നുണ്ട്. ഫുള്ള് ആ മണ്ണാണ് കിടച്ചതെല്ലാം മണ്ണാണ്. എന്നിട്ട് ഈ പലക എടുത്ത് വെളിയിലിട്ട് ഇപ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ ഫുള്ള് ചത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വെളിയിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ബാക്കി പലക. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ഇങ്ങനെ തൊണ്ട്, ചിരട്ട, അതുപോലെ തേങ്ങ ഒക്കെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്, പക്ഷേ ഇതെല്ലാം ഈ ചെതിൽ കയറാൻ സാധ്യത കൂടുതലാണ്. പിന്നെ തണുപ്പുള്ള ഏരിയയിലെല്ലാം ചെതിൽ കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ട ഒരു ഭാഗം ഇതിൻ്റെ നമ്മുടെ പലകയുടെ ഒരു ഭാഗമാണിത്. ഇത് വെളിയിൽ കൊണ്ടിട്ടതിന് ശേഷം അതിൽ നിറച്ചുണ്ട് കേട്ടോ. പുറ്റുപോലെ അരിക്കുന്ന ആ സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അന്ന് ചത്ത് പോകുന്ന നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഈ ഒറ്റ ഒരു സൊല്യൂഷനും കൊണ്ട് നമുക്ക് ചെതലിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു നിഴലിൽ പോലും ഈ വരുത്തേ ഇല്ല, ഇന്ന് ചെതൽ വരത്തില്ല. അതുപോലെ തന്നെയാണ് പല്ലിയും പാറ്റായും എലി, ഇതൊന്നും ഈ ഒരു സ്മെല്ലടിച്ചാൽ പോലും വരത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഒറ്റ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെതലൊക്കെ ഉണ്ടെങ്കിൽ ആരും വിഷമിച്ചിരിക്കേണ്ട, ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.